ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അലാറം അടിക്കും. ആ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഈ ഗ്ലാസ് പൊട്ടിയതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അലാറം നിൽക്കില്ല, കണ്ടിന്യൂസ് അടിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിൽ പോയിട്ട് സൈലന്റ് ചെയ്യണം. അതാണ് സംഭവിച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടോക്ക് ബാക്ക് സിസ്റ്റമാണ്. അതായത് ഫ്ലോറിൽ ഒരു തീപിടുത്തോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രോൾ റൂമിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ കൺട്രോൾ റൂമിൽ സിഗ്നൽ വരും. ഇതിന് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ മാത്രമാണ്. അത് റീസെറ്റ് ചെയ്യണം. അത് എല്ലാ ഫ്ലോറിലും ഉണ്ട്. അത് നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൺട്രോൾ റൂമിൽ നിന്ന് ആരെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ സൗണ്ട് പോകും. സൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീക്കറിൽ കൂടെ തിരിച്ച് അങ്ങോട്ട് സംസാരിക്കാം. അതേമാതിരി തിരിച്ച് അവിടെ നിന്ന് മൈക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കേൾക്കും. അതിനുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് അലാറം. ഈ ബ്രേക്കിംഗ് ചെയ്തപ്പോൾ വരുന്ന സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ ഫ്ലോറിലും ഉണ്ട്. ഇതിന്റെ സൈലന്റ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇതാണ് അലാറം പാനൽ വരുന്നത്. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സോൺ ഏത് ഫ്ലോർ ആണെന്നുള്ളത് കാണിക്കും. അതേമാതിരി ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ വരും. എന്നിട്ട് ഈ അലാറം ACK എന്നുള്ള ബട്ടൺ അടിക്കുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം നിൽക്കും, സൗണ്ട് നിൽക്കും. അപ്പോൾ ഏത് ഫ്ലോറാ എന്നുള്ളത് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഒരിക്കലും നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റുള്ളവർ സൗണ്ട് കേട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ പാനൽ ഓഫ് ആയിരിക്കും. അപ്പോൾ ഏത് ഫ്ലോറാ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അവിടെ നിന്ന് ഇതാക്കി തരാം. സാറൊന്ന് ഇതൊക്കെ എന്താണ്? ഇത് സാറേ മെയിൻ സോൺ ഇൻഡിക്കേഷൻ. പിന്നെ ചാർജിങ് സ്റ്റാൻഡ് ബൈ ഓണിൻ്റെ ആണ്. ഇതൊന്നും ഇൻഡിക്കേഷന് മാത്രമാണ്. പിന്നെ ബാറ്ററിന്റെ ആണ്. പിന്നെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഇതിന്റെ ഫ്ലോർ റീഡ് ചെയ്യും അല്ലേ? ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് ബേസ്മെന്റ് ആണ്, ബേസ്മെന്റ് ഫ്ലോർ ആണ്. 2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. അപ്പൊ അന്ന് നമുക്ക് ആ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ 2 ആണ് കാണിച്ചത്. ഇവിടെയായിരുന്നു ലൂസ് ആയത്. 2 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്. എല്ലാരും പറഞ്ഞു 2 ആണ്, പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ആയിരുന്നു വേറെ ആള്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സാറിനെ ആക്ടിവേഷൻ ചെയ്ത് കാണിച്ചു തരാം. സാർ ഒന്ന് ഇത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ക്ലിയർ ബട്ടൺ ആക്കാം. അത് സ്റ്റോപ്പായി. പക്ഷേ ഇൻഡിക്കേഷൻ കാണിക്കും. സോൺ 2 ഫയർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ നമ്മൾ ആ പൊട്ടി ഗ്ലാസ് തിരിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മള് പാനൽ റീസെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ആക്ടിവേഷൻ ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് റീസെറ്റ് ചെയ്തോ പാനൽ പിന്നെ അതൊന്ന് ലൂസ് ആയതുകൊണ്ടോ? അത് നമ്മൾ ഗ്ലാസ് പൊട്ടിയതാണെങ്കിൽ നമ്മളെ ഗ്ലാസ് മാറ്റിയിടണം. പാനൽ നോർമൽ ആവും. ഒരിക്കലും വന്നിട്ട് ഈ അലാറം അടിച്ചോണ്ടിരിക്കുമ്പോൾ സൈലന്റ് ചെയ്യാതെ റീസെറ്റ് അടിക്കരുത്. റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ അടിച്ചോണ്ടിരിക്കും. ഇനി അതല്ല, നമുക്ക് ഒരു എമർജൻസി ഈ കൺട്രോൾ റൂമിൽ നാളെ അറിയിക്കണം, നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുത്താലും അലാറം അടിക്കും. ഇവാക്വേഷൻ അത് മൊത്തം എല്ലാ അലാറും ഞാൻ റീസെറ്റ് ആക്കി തരാം. ഇതിലിപ്പോ നമ്മളിപ്പോ മൊത്തം ഫ്ലോറിൽ ഒരു അലേർട്ട് കൊടുക്കണം. നമുക്ക് ഇവാക്വേഷൻ കൊടുത്താൽ മൊത്തം അലാറം അടിക്കും. ഇതല്ല, അത് എങ്ങനെ അടിക്കുക? ഇതിപ്പം നമ്മൾ പ്രസ് ചെയ്തു, ഫയർ ഉണ്ട്, പക്ഷെ എല്ലാം എങ്ങനെ അടിക്കും? അലാറം നമ്മൾ അത് പ്രസ് ചെയ്യണ്ട. നോർമലി നമ്മൾ ഇവിടെ നാളെ അറിയിക്കാനുള്ള ഒരു സംവിധാനം മാത്രം. അതിന് ഇവാക്വേഷൻ. പക്ഷെ അതിൽ നമ്മൾ സൈലന്റ് ചെയ്താൽ നിൽക്കൂല, റീസെറ്റ് ചെയ്യണം. അപ്പൊ ഇത് സൈലൻസ്, ഇത് റീസെറ്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ലാമ്പ് ടെസ്റ്റ് ആണ്. നമുക്കിത് ഫ്ലോറിൽ ഈ ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്നുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യണം. അല്ല അത് അപ്പൊ ഇതെല്ലാം കാണിക്കുക? എല്ലാം കാണിക്കും. ഇതല്ലേ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ എല്ലാം കാണിക്കും. ഓക്കെ. പിന്നെ ഇതാണ് നമുക്ക് ടോക്ക് ബാക്ക് വരുന്നത്. ടോക്ക് ബാക്കിൽ മൈക്ക് ഇതാണ്. ഇത് വാക്കി ടോക്കി മാതിരിയാണ്, പ്രസ്സിംഗ് ആണ്. നമ്മളത് ഓൾ കോൾ എല്ലാ ഫ്ലോറിലും അറിയിക്കണമെങ്കിൽ നമ്മൾ ഓൾ കോൾ അടിക്കുക. എന്നിട്ട് പ്രസ് ടു ടോക്ക് ഉള്ള ബട്ടൺ, എന്നിട്ട് ഹലോ
ഇത് ഓൾ കോൾ. ഇത് ടോക്കിന് മാത്രം. അതെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫ്ലോർ വൈസും. പിന്നെ ഇത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇത് പ്രസ് ചെയ്യണം. ഓൾ കോൾ അടിച്ചു, നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് സംസാരിക്കാം. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോർ സംസാരിക്കണമെങ്കിൽ ഇത് പ്രസ് ചെയ്യണം അല്ലേ? അതെ, ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരും 2 എന്നുള്ളത്. ഇതേ സെയിം നമ്പർ തന്നെ. നമ്മളിത് ഓരോ ഫ്ലോർ വൈസ് വേണമെങ്കിലും നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്ത് സംസാരിക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് ഇതും പ്രസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പറയാം. എന്നിട്ട് റിലീസ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് അവർക്ക് ഇങ്ങോട്ട് പറയാന്നുണ്ടെങ്കിൽ ഇത് റിലീസ് ചെയ്യണം, എന്നിട്ടേ ഇതിലേക്ക് എടുക്കുള്ളൂ. അത്രയാണ് അലാറത്തിന്റെ ഭാഗത്തുള്ളത്. പിന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ കത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെക്ക് ഉണ്ടാവും, എല്ലാ ഡെക്കിലും ഇതേമാതിരി എക്സ്റ്റിങ്വിഷർ ഉണ്ടാവും, ചെറിയ ഓസ്ട്രീൽ ഉണ്ടാവും. ഇത് 30 മീറ്റർ ഓസ്ട്രീൽ, 30 മീറ്റർ, ഇത് 15 മീറ്റർ. ഇത് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ചെറിയ തീപിടുത്തമൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റിങ്വിഷർ ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഹാൻഡിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഈ പിന്നില്ല, ഈ പിന്ന് റിമൂവ് ചെയ്യാം. അതിവിടെ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഈ ക്യാപ്പും പൊട്ടിക്കാം. എന്നിട്ട് ഈ മഞ്ഞ ക്യാപ്പ് റിമൂവ് ചെയ്യാം. എന്നിട്ട് തീ കത്തുന്നതിൻ്റെ ഭാഗത്തേക്ക് താഴോട്ട് വെച്ച് പിടിക്കുക. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്യാസാണ് അല്ലേ? ഇത് പൗഡറാണ് വരുന്നത്, ABC പൗഡർ. പിന്നെ ഇലക്ട്രിക് ഫയറിന് പറ്റും. ആ, ഇത് അടിച്ച് കാണിക്കുന്നുണ്ടല്ലോ. അത് കാണിച്ചതല്ലേ? അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് 30 മീറ്റർ ഹോസ്പിറ്റൽ വരുന്നത്. ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് വലിച്ചു പോവുക, ഇവിടുത്തെ വാള് ഓപ്പൺ ചെയ്യുക. ഇത് അല്ലാതെ ഓപ്പൺ ചെയ്ത് വെക്കരുത്. എന്താ വെച്ചാൽ ഈ ഫ്ലവറിന്റെ ഹൈറ്റ് അത്രയും ഗ്രാവിറ്റി പ്രഷർ വരുന്നുണ്ട്. പിന്നെ പമ്പ് ഓടിച്ചിട്ട് 8 കിലോ 11 കിലോ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രഷറിൽ ഈ ഹോസ് ക്ലിപ്പൊന്നും നിൽക്കില്ല. അപ്പോൾ അതിനൊരു സേഫ്റ്റിക്കാണ് നമ്മൾ ബോൾ വാൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിച്ചു കൊണ്ടുവരിക, അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം വരും. ഇതിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ജെറ്റും സ്പ്രേ ചെയ്യാം. ബേസ്മെന്റിൽ ജസ്റ്റ് ചെക്ക് ചെയ്തോളാം. ഇതാണ് നമ്മളെ വലിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. ആണോ, ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് തിരിച്ചു കൊടുത്താൽ ഇത് ചെറിയ തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റൂംസിലേക്ക്, ഞങ്ങളെല്ലാ റൂമിലേക്കും അത് എത്തും. ഇത് 30 മീറ്റർ ഹോസ് ഉണ്ടാവും. അതെല്ലാം മേജർ തീയൊക്കെ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ്. ഇതിൻ്റെ ഈ ഹോസിൻ്റെ എൻഡ് ഉണ്ട്. ഈ എൻഡ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇത് പക്ഷെങ്കില് ഒരാൾക്ക് നടക്കുന്ന കേസല്ല. അതാണ് ഇതൊരാൾ നടക്കുന്ന കേസല്ല മാത്രമല്ല, ഹൈ പ്രഷറാണ്, ഹൈ ഡേഞ്ചറാണ്. ഇത് തിരിച്ച് ബാൻ ആയിട്ടുണ്ടെങ്കിൽ തല പൊട്ടിച്ചത്. അതാണ് 4 ഇഞ്ച് പൈപ്പ് കൂടെ വരുന്ന ഒരു പ്രശ്നമാണ്. ഹൈ പ്രഷറാണ്. ഒരാൾ മാത്രമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതെ, പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. ഇനി റൈറ്റ് ഹാൻഡ് നമ്മൾ ഇതിലെങ്ങനെ വന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കാം. ബാക്ക് ഫയറിങ് വരും. ഇതിൻ്റെ വാള് ഓപ്പണിങ് പറഞ്ഞാൽ സാധാരണ വാള് തുറക്കുന്ന വരുന്ന ലെഫ്റ്റ് ചെയ്തോ. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ടാങ്ക് ടെറസിന് വരുന്നുണ്ട് പ്രഷർ. അതിൽ തന്നെയാണ് മൊത്തം പ്രഷർ വരുന്നത്. പിന്നെ നമ്മൾ പ്രഷർ കുറയുമ്പോൾ നമുക്കൊരു ഫയർ പമ്പ് ഉണ്ട്. ഇതാണ് നമുക്ക് ഫയർ സിസ്റ്റമായിട്ട് വരുന്നത്. നമ്മുടെ ചെറിയ പമ്പാണ് ജോക്കി പമ്പ് വരുന്നത്. സാർ നമ്മൾ കയറുന്നുണ്ട്, ചെറിയ പമ്പ് ജോക്കി പമ്പ്. അതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റിംഗ് പമ്പാണ് വരുന്നത്. അതായത് നമ്മൾ പ്രഷർ ഒരു 10 കിലോ പ്രഷർ ഉണ്ടെങ്കിൽ ആ 10 കിലോ എപ്പോഴും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പമ്പാണ്. പിന്നെയാണ് മെയിൻ പമ്പ് വരുന്നത്. ഇത് ഫയർ ഫൈറ്റിംഗ് പമ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺ ആവും, മാനുവലി ഓഫ് ആവുള്ളൂ. അപ്പോൾ മാനുവൽ ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾ പാനലാണ് ഇത്. ഇതിൽ ഫുള്ള് ഓണിലാണ്. ഇത് ഓട്ടോമാറ്റിക്കലാണ് ഇപ്പോൾ ഉള്ളത്. മാനുവൽ കാണിച്ചത്. ഈ ഒരു എയറോ കണ്ടില്ല, ഈ ഒരു എയറോ മാനുവലിലേക്ക് ഇടാം. എന്നിട്ട് ഓണാക്കുക.
ഓഫ് ചെയ്യാം. അത് അടിക്കുന്നത് NRV ആണ്. ഒരിക്കലും ടെറസിലെ വെള്ളം നമ്മൾ ഈ താഴത്തെ ടാങ്കിലേക്ക് വരില്ല, ലോക്കാവും. അതേപോലെ തന്നെ ഈ ഇവിടുന്ന് അടിക്കുന്ന വെള്ളം മുകളിലെ ടെറസിലെ ടാങ്കിലേക്കും പോകില്ല, അവിടെ NRV ഉണ്ട്. അതെ, നമുക്ക് ലൈനിലാണ് പ്രഷർ വേണ്ടത്. പിന്നെ ഇത് മെയിൻ പമ്പ്. ഇത് മെയിൻ പമ്പിന് പ്രവർത്തനം ഇങ്ങനെ തന്നെയാണ്. മാനുവലിടുക, അതെ. ഇത് സെൻറ്റർ ഇങ്ങനെ വരുന്നത് ഓഫ്. തിരിച്ച് ഈ ഏരോ എയിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കലാണുള്ളത്. ഈ ഓട്ടോമാറ്റിക് ചോക്കി പമ്പ് മാത്രം ഓട്ടോയിൽ ഓൺ ആകും, ഓഫ് ആകും. അത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് സ്റ്റാൻഡ് ബൈ വരുന്നത്, ഡീസൽ എഞ്ചിൻ. നമുക്ക് കറണ്ട് പോകുക അല്ലെങ്കിൽ ഫയർ പമ്പ് മെയിൻ പമ്പ് ഡെഡായി പോകുക, എന്തെങ്കിലും കാരണവശാൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ പ്രഷർ കുറയും. ഇതിൽ കണ്ടില്ല 9 കിലോ പ്രഷർ വരുന്നുണ്ട്. ആ പ്രഷർ കുറയുന്ന സമയത്താണ് ഓരോ പ്രഷർ സ്വിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി പിടിക്കുക. ഇത് ഓട്ടോമാറ്റിക് ആണ്, മാനുവലി ഓഫ് ആണ്. സ്റ്റാർട്ട് എന്നുള്ളത് അവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുത്താൽ മാനുവലി സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല ഈ ഓട്ടോമാറ്റിക് ടച്ച് കഴിഞ്ഞാൽ ഓട്ടോയിൽ സ്റ്റാർട്ട് ഓണാവും. പക്ഷെ നമ്മൾ മാനുവലി വന്നിട്ട് ഓഫ് ചെയ്യണം. ഈ പമ്പും മെയിൻ പമ്പും ഓഫ് അവിടെ. ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓട്ടോയിൽ ഇട്ട സാധനമാണ് ടോഗിൾ സ്വിച്ച് ചെയ്തിരുന്നത്. ഇത് മാനുവലിലേക്ക് ആക്കിയിട്ട് വേണം ഓഫ് ചെയ്യാൻ. ഡീസൽ ടാങ്ക് ഇതാണ് വരുന്നത്, 100 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി വരുന്നുണ്ട്, അതിന് ചാർജറാണത്. മെയിൻസ് AMC ഉള്ളതാണ്. അത്രയും. പിന്നെ സ്പ്രിംഗ്ലറിന് തൽക്കാലം പൊട്ടിക്കുന്നില്ല, അതിന്റെ പറഞ്ഞു തരാം. ഇതാണ് സ്പ്രിംഗ്ലർ ബൾബ്. ഇതാണ് സ്പ്രിംഗ്ലർ ബൾബ്. ഇത് 68 ഡിഗ്രി ചൂടട്ടി കഴിഞ്ഞാൽ പൊട്ടും. 68 ഡിഗ്രി ചൂടട്ടി കഴിഞ്ഞാൽ ആ ബൾബിൽ നിന്ന് വെള്ളം 3 മീറ്റർ ഏരിയയിൽ സ്പ്രെഡ് ആവും. അതിൻ്റെ വാൾവ് നമുക്ക് അതിലാണ് വരുന്നത്, പൈപ്പ് ലൈൻ. ഈ റേസിലൊക്കെ മൊത്തം ലൈന് സ്പ്രിംഗ്ലർ കാർ പാർക്കിങ്ങിൽ എല്ലാത്തിലും വരും. പക്ഷെ ആ ഒരു ബൾബിന് ചൂടട്ടി കഴിഞ്ഞാൽ മറ്റൊരു ബൾബ് പൊട്ടില്ല. ആ ഒരു ബൾബ് പൊട്ടിയാൽ ആ ഒരു ബൾബിൻ്റെ ഉണ്ട്. പക്ഷെ ആ പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് പമ്പ് പോകണം. പ്രഷർ കുറയുന്ന സമയത്ത് ഗ്രാവിറ്റി പ്രഷർ കുറയും. ഗ്രാവിറ്റി പ്രഷർ കുറയുമ്പോൾ ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ആ പ്രഷറിൽ വേരിയേഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പമ്പ് പോകണം. ഇനി അതല്ല അതിലും കൂടുതൽ പ്രഷർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ പമ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മെയിൻ പമ്പ് പോകണം. മെയിൻ പമ്പ് ഓണായി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഓൺ തന്നെ. പിന്നെ നമ്മൾ മാനുവലി ഓഫ് ചെയ്യണം. പിന്നെ അത് ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആവും. 2 ബൾബിലൊന്നും ഈ ബിൽഡിങ്ങിന് ഗ്രാവിറ്റിയിലൊന്നും ഓണാവില്ല. സപ്പോസ് ഒരു സ്പ്രിംഗ്ലർ പൊട്ടിയെന്ന് പറഞ്ഞു, ഒന്ന് നമ്മൾ അതെങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് അവർക്ക് വെള്ളം മാറ്റി. അതതിൻ്റെ പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ വാൾവ് കൊടുക്കണം. ഇതിലേക്ക് വരുന്നൊരു വാൾവുണ്ട്, നമുക്ക് ഇതേമാതിരി ബട്ടർഫ്ലൈ വാൾവ് ഉണ്ട്. ആ ബട്ടർഫ്ലൈ വാൾവ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ ലിവർ, ഈ ഒരു ബ്ലാക്ക് ലിവർ, ഈ ലെവർ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ ക്ലോസ് പൊസിഷനാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണത് ഇതിങ്ങനെ പിടിച്ചാൽ ആവില്ല. ഇത് പ്രസ് ചെയ്തിട്ട് വേണം അത് ക്ലോസ് ചെയ്യാം. ബൾബ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിന്നതിന് ശേഷം പുതിയ ബൾബ് ഇല്ലില്ല. രൂപയ്ക്കാണ് ചെയ്തത്. ഞാൻ ബൾബ് പ്രത്യേക സ്പെയർ ഉണ്ടാവും അല്ലേ?
സ്പെയർ ആണ് കൊടുത്ത് ഏൽപ്പിക്കുക. അല്ല ആവശ്യത്തിന് നല്ല പ്രൊസീജിയർ അറിഞ്ഞാൽ മതി. ആ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രെഡിങ് തന്നെയാണ് വരുന്നത്. പൊട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സെൻറ്ററിൽ മെർക്കുറി പൊട്ടുള്ളൂ. അടുത്ത സാധനമാണ് ആ ബൾബ് പൊട്ട് 68 ഡിഗ്രി ആയി കഴിഞ്ഞാൽ സ്പ്രേ ആയി കഴിഞ്ഞു. വൺസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബട്ടർഫ്ലൈ വാൾവ് ക്ലോസ് ചെയ്യുക. ബട്ടർഫ്ലൈ വാൾവ് ക്ലോസ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ഇത് ക്ലോസ് ആയി നിങ്ങൾ ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കി കഴിഞ്ഞാൽ ഇതിന് പോരും. പുതിയ ബൾബിന് തിരികെ മറ്റേത് ഓൺ ചെയ്ത് വെച്ചിട്ട് കഴിയും. അപ്പോൾ മൂടി നിൽക്കും. മൂടി നിൽക്കുമ്പോൾ മുമ്പ് അല്ല അത് സ്റ്റാർട്ട് ചെയ്യുമ്പം